കേരളം ഗുണ്ടകളുടെ സ്വന്തം നാടായി മാറുകയാണ്. സംസ്ഥാനത്തെമ്പാടുമായി 2000-ഓളം ഗുണ്ടകൾ പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് നാട് കീഴടക്കിയിരിക്കുന്നു. ഓരോ ദിവസവും അക്രമവും കൊലപാതകങ്ങളും അരങ്ങേറുന്നു. എന്നിട്ട് ഇവർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് തിരിച്ചറിഞ്ഞിട്ടാകാം പോലീസ് ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആഗ് ഡി ഹണ്ട് പദ്ധതികളുടെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ തിരുവനന്തപുരത്ത് ഗുണ്ടകളെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിലും സംസ്ഥാനത്ത് ഗുണ്ടാക്രമണങ്ങൾക്ക് കുറവൊന്നുമില്ല. നെയ്യാറ്റിൻകരയിലും കാട്ടാക്കടയിലും കഴിഞ്ഞ രാത്രി ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് ചെയ്തത്. അമ്പൂരി കണ്ണന്നൂരിലാണ് ലഹരിയിൽ അഴിഞ്ഞാടിയ ഗുണ്ടാസംഘം വഴിയാത്രക്കാരെയും വീടും ആക്രമിച്ചത്. ഇരുചക്രവാഹന യാത്രികരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയാണ് ആദ്യം ചെയ്തത്. അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുണിന് വെട്ടേറ്റു. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയായ സരിതയ്ക്കും ഭർത്താവിനും നേരെയും ആക്രമണമുണ്ടായി. ഇത് ചോദ്യം ചെയ്ത ജയകുമാറിന്റെ വീടിനു നേരെയും ആക്രമണം നടന്നു. ജയകുമാറിന്റെ സ്കൂട്ടർ തകർത്ത് വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന പണവും സംഘം കവർന്നു. നാട്ടുകാർ സംഘടിച്ചപ്പോൾ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ തട്ടാണ് അടിയൻ. നേരത്തെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അന്ന് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ഓടിച്ചിട്ട് എറിയുകയും ഞാൻ പറഞ്ഞ ഇവിടെ എന്താണ് അന്വേഷിക്കാനെന്ന് പറഞ്ഞു വിട്ടാണ് ലോക്കൽ സെക്രട്ടറി അവിടെ നിരന്തരമായിട്ട് എറിയുകയും ചെയ്തു. അതിനുശേഷമാണ് അന്ന് 4 പേരുണ്ടായിരുന്നു. അതിൽ ഈ ആശ എന്ന് പറയുന്നവൻ്റെ ആളുടെ മൂത്ത മോനെയും വേറെ അമ്പൂരിലുള്ളൊരു പയ്യനെ അന്ന് പോലീസ് കൊണ്ടുപോയി. 2-3 മാസത്തേക്ക് ഒരിക്കൽ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള എവിടെ നിന്നെങ്കിലുമുള്ള പയ്യന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ വെള്ളം അടിയും. കഞ്ചാവ്, മയക്കുമരുന്ന്, ബ്രാൻഡ് ഇതെല്ലാം കൂടെ കലക്കി ഒരുമിച്ചാണ് കുടിക്കുന്നത്. കുടിച്ചും കൊണ്ടാണ് യുവമാർ ഇവിടെ കിടന്നും കൊണ്ട് വേല കാണിക്കുക. റോട്ടിൽ പോണവരെ വെട്ടാക്കാം, വാളെടുത്ത് വീസാക്കാം. കാട്ടാക്കട നക്രാഞ്ചിറയ്ക്ക് സമീപമാണ് വെള്ളനാട് സ്വദേശികളായ വിഷ്ണുവിനും മനുവിനും ക്രൂരമർദ്ദനമേറ്റത്. 2 പേർക്കും കൈക്ക് പൊട്ടലുണ്ട്. ബസ് കാത്തു നിന്നപ്പോൾ ബൈക്കിലെത്തിയ 2 പേർ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റിയതായി ഇവർ പറയുന്നു. പൂവച്ചൽ കാപ്പിക്കാട് ഭാഗത്ത് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച ശേഷം 2 പേരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകളും പണവും സംഘം കൈക്കലാക്കി. ഷാഡോ പോലീസ് ആണെന്നാണ് പറഞ്ഞതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങി. കരമനയിൽ അഖിലെന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പോലീസ് പരിശോധന ആരംഭിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ SP-യുടെയും നിർദ്ദേശപ്രകാരമാണ് ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട കുറ്റവാളികളുടെ വീടുകളിൽ റെയ്ഡ് നടത്താനുള്ള തീരുമാനം. കാപ്പ ചുമത്തപ്പെട്ട പ്രതികളുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. നേമത്ത് നിന്ന് കാക്കാമൂല സ്വദേശി അഖിലിനെ പോലീസ് പിടികൂടി. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. ഈ ആക്ഷന്റെ ഇന്ന് രാവിലെ നമ്മുടെ നേമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാപ്പ 15 ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മുടെ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു. അയാളുടെ വീട്ടിലെ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാപ്പ വയലേഷനാണ്. അയാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും കോൺട്രബാൻഡ് അവരുടെ കയ്യിലെ ആംസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുമെങ്കിൽ അതിന്റെ നിയമ നടപടി കൂടെ ഉണ്ടാവും. അതിക്രമങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസിനെതിരെ വിമർശനം വ്യാപകമായതോടെയാണ് ആഗ് ഡി ഹണ്ട് പദ്ധതികൾ വീണ്ടും ഊർജിതമാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂരിലെ ഗുണ്ടകളുടെ റീൽസ് ആവേശം കെട്ടടങ്ങും മുൻപേ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. ആവേശം സിനിമാ മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പോലീസിനും നാണക്കേടായിരുന്നു. കാപ്പ പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണിപ്പോൾ. പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. പാർട്ടി സംഘടിപ്പിച്ച ഗുണ്ടാ നേതാവ് അനൂപിനെതിരെ കേസെടുക്കുകയും ചെയ്തു. തൃശൂർ കുറ്റൂരിലെ കോൽപ്പാട് ശേഖരത്തായിരുന്നു ക്രിമിനലുകളടക്കം 60-ലധികം പേർ പങ്കെടുത്ത പാർട്ടി അരങ്ങേറിയത്. പാർട്ടി നടന്ന ദിവസം സ്ഥലത്തെത്തിയ പോലീസ് ഗുണ്ടാ നേതാവ് അനൂപിന്റെ പിതാവ് മരിച്ചതിന് സുഹൃത്തുക്കൾക്ക് ഭക്ഷണം നൽകുകയാണെന്ന് പറഞ്ഞത് വിശ്വസിച്ച് മടങ്ങുകയായിരുന്നു. ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. കാപ്പ പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധന. പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി.
2020 മുതൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസ് വിചാരണ തടവുകാരനായ അനൂപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശം മോഡൽ പാർട്ടി. ഗുണ്ടാ ഗ്രൂപ്പുകൾക്ക് പുറമെ വീരാരാധന പങ്കുവച്ച് നിരവധി പേരാണ് ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം